ഹായ് ഡിയേഴ്സ്. ഇന്നലെ നമ്മൾ മഞ്ഞ് വീഴ്ചയൊക്കെ കണ്ടതല്ലാണ്ട് വേറൊന്നും ഒരിടത്തും പോയില്ല. കാരണം വന്നത് രാത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് നമുക്ക് ഒരു 5 മണിക്കൂർ ഓവർലേ ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ഡൽഹി എയർപോർട്ടിൽ 5 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ നേരെ ചണ്ഡീഗഡ് വന്നു. ചണ്ഡീഗഡിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ കൊച്ചിയിൽ നിന്ന് ഡൽഹി തന്നെ നമ്മൾ എത്താനായിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് കൊച്ചിയിൽ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കൊച്ചിയിലേക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് ഞായറാഴ്ച രാവിലെ ഒരു 9:30 സ്റ്റാർട്ട് ചെയ്തു. 10:45 ട്രെയിനിന്. അത് കൊച്ചി എത്തിയത് വൈകിട്ട് ഒരു 4:30 4:45 ആയി. അപ്പോൾ 4:45 എത്തിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഭക്ഷണമൊക്കെ കഴിച്ചു. എന്നിട്ട് എയർപോർട്ട് തന്നെ ഒരുപാട് കറങ്ങാനുണ്ടായിരുന്നു. മീൻസ് ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ട് പോലെ അല്ല. ട്രിവാൻഡ്രം എയർപോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലിയാണ്. പിന്നെ മാത്രമല്ല ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഭയങ്കരമായിട്ട് ഒന്നും കാണാനുമില്ല. പക്ഷേ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ കുറേയൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കാനും അവിടുത്തെ ഡെക്കറേഷനും പിന്നെ കുറേ ഷോപ്സും ഒക്കെ ഉള്ളതുകൊണ്ട് വലിയ ബോറടിക്കില്ല. ഞങ്ങളവിടെ ഒരു 2 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് വൈകിട്ട് ഒരു 9 മണിക്കായിരുന്നു ഫ്ലൈറ്റ് ഡൽഹി എത്തിയപ്പോൾ തന്നെ ഏകദേശം നല്ല തണുപ്പ് കേട്ടോ, ഭയങ്കര തണുപ്പ്. അപ്പം ഡൽഹി എത്തിയപ്പോൾ തന്നെ രാത്രി 12 മണിയോളമായി. 12 മണിൻ്റെ അവിടുന്ന് 5:30 രാവിലെ ചണ്ഡീഗഡിലോട്ടുള്ള ഫ്ലൈറ്റ്. അപ്പം അങ്ങനെ ചണ്ഡീഗഡിലോട്ടുള്ള ഫ്ലൈറ്റ് 5 മണി വരെ അവിടെ ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ട് കുറേ കാണാനുണ്ട്, കുറേ ഷോപ്സ് ഉണ്ട്. അപ്പം അത്യാവശ്യം നമുക്ക് ഞങ്ങളുടെ ഞാനിങ്ങനെ ടിഷ്യൂ പേപ്പർ വൈപ്സ് ഒക്കെ സാധാരണ എപ്പോഴും എടുത്ത് വയ്ക്കുന്നതാണ്. അമ്മൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ഇപ്രാവശ്യം അത് മിസ്സായിപ്പോയി. പക്ഷേ എങ്കിൽ അങ്ങനെ വൈപ്സും ഒക്കെ വാങ്ങാൻ പറ്റുന്ന 1-2 ഷോപ്സ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ 5 മണിക്കൂർ ഡൽഹി എയർപോർട്ടിൽ സ്പെൻഡ് ചെയ്ത് അവിടെ കുറേ കാണാനും ഉണ്ടായിരുന്നു കേട്ടോ. ഡൽഹി എയർപോർട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, 5 മണിക്കൂറേ ഉള്ളൂ. ഞങ്ങൾ അതിനിടയ്ക്ക് കഴിച്ചു, പിന്നെ ഫ്രഷായി. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് താഴത്തെ ഈ സെക്യൂരിറ്റി ചെക്കൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ തന്നെ ഒരു 1 മണിക്കൂറോളം എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഷോപ്പുകളൊക്കെ കണ്ടു. ട്രിവാൻഡ്രത്ത് ഈ ഹാംലീസിൻ്റെയൊക്കെ ലുലു മോളിലുള്ള കളിപ്പാട്ടത്തിൻ്റെ ഷോപ്പില്ലേ, അതുപോലത്തെ 2-3 ഷോപ്പുണ്ട് ഇവിടെ. ഹാംലീസിൻ്റെ തന്നെ 2-3 ഷോപ്പുണ്ട്, ഔട്ട്ലെറ്റുകൾ. നല്ല ഇവിടുത്തെ ഹാംലീസ് ഭയങ്കര അട്രാക്റ്റീവും ഭയങ്കര ഇടലുമായിരുന്നു. അത് കഴിഞ്ഞ് ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ അറിയാം, ഭയങ്കര കിടിലം പൈൻ മരങ്ങളുണ്ട്. ഞാനിപ്പോൾ സംസാരിക്കുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് തന്നെ നല്ല അടിപൊളി പൈൻ മരങ്ങളും നല്ല തണുപ്പും. ബാക്ക്ഗ്രൗണ്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല, കാരണം വേറൊന്നും കൊണ്ടില്ല. ഈ പൈനിൻ്റെ ബാക്കിൽ നിറയെ ഈ കുന്നുമലയൊക്കെയാണ്. ഞാനിപ്പോൾ ഈ അഡ്വാൻസ്ഡ് സ്റ്റഡി സെൻ്റർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂടത്തെ ഒരു മ്യൂസിയം ഉണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇന്ന് മഞ്ഞിൻ്റെ ഒരു സ്കീയിങ്ങും ഒരു അഡ്വഞ്ചർ പാർക്കും ഒക്കെ ഉള്ള ഒരു സ്ഥലത്തോട്ട് പോകാനായിട്ട് ഇരിക്കുമായിരുന്നു. പക്ഷേ അവിടെ ഇന്നലത്തെ സ്നോഫോൾ കാരണം അവിടെ മുകളിലോട്ടുള്ള ട്രാൻസ്പോർട്ട് അടച്ചിട്ടേക്കുവാണെന്ന്. അപ്പം ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് പ്ലാൻ മാറ്റി ഇവിടെയൊക്കെ ഉള്ളത് കാണാനായിട്ട് ഇറങ്ങിയത്. അപ്പം ഇന്നലത്തെ മഞ്ഞ് വീഴ്ച അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇവിടെയെല്ലാം. പിന്നെ അവിടുന്ന് ചണ്ഡീഗഡ് എത്തിയപ്പോൾ തന്നെ 7 മണി 7:30 ആയി. 7:30 ചണ്ഡീഗഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങൾ വരുന്ന വഴിക്ക് കഴിച്ചു. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ പഞ്ചാബി ഫുഡ്സ് പൊതുവേ കേട്ടിട്ടുള്ളത് ഭയങ്കര ടേസ്റ്റാണെന്നാണ്. ഇതങ്ങനെയല്ല, ഭയങ്കര കിടിലൻ ഫുഡായിരുന്നു. കാരണം വേറൊന്നുമല്ല, ഇവിടുത്തെ ആ ഒരു ഗോതമ്പിൻ്റെ ടേസ്റ്റായിരിക്കും കേട്ടോ. ഇവിടെ ഫ്രഷ് ഗോതമ്പ് ഇവിടെ കൃഷിയുള്ളതല്ലേ. ചണ്ഡീഗഡ് പഞ്ചാബ് എന്നൊക്കെ പറയുന്നത് വീറ്റിൻ്റെ കൃഷി ഒരുപാടുള്ള സ്ഥലമാണല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഭയങ്കര കിടിലം പൊറാട്ടയായിരുന്നു. എനിക്ക് നാക്ക് വായ്പോട്ടുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഓപ്റ്റ് ചെയ്തത്, ഞാൻ ആലു പൊറാട്ട നോൺ സ്പൈസി ആക്കി ചെയ്യണം എന്ന് പ്രത്യേകിച്ച് പറഞ്ഞു. ഭയങ്കര കിടിലം ആലു പൊറാട്ടയായിരുന്നു. ദീപു അതിൻ്റെ കൂട്ടത്തിൽ പനീർ പൊറാട്ട, പനീർ ബുർജിയൊക്കെ ഓർഡർ ചെയ്തു. പനീർ ബുർജി എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഈ പനീറിൻ്റെ ഒരു കറി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 4-5 പീസല്ലേ. ഇതിൻ്റെ അകത്ത് പനീർ മാത്രമുള്ള ഇതായിരുന്നു. എന്നുവെച്ചാൽ പനീർ ബുർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് 2 പേരെ കൊണ്ട് ഒരു പ്ലേറ്റ് പനീർ ബുർജി കഴിച്ച് തീർക്കാൻ പറ്റില്ല.
അങ്ങനെയായിരുന്നു. അത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ നമ്മൾ റൂമിൽ വന്നപ്പോഴേക്കും മഞ്ഞ് വീഴ്ച അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്നിട്ട് മഞ്ഞ് വീഴ്ചയൊക്കെ കണ്ടു. പിന്നെ ഞാനിങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അതുവഴി ഇതുവഴിയെല്ലാം നടന്നു. ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ദീപുനാകെ ഈ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായി. ദീപു ആകെ സൈഡായി. അപ്പം ഞങ്ങൾ പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. മാർക്കറ്റിലൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ദീപു ആകെ സൈഡായതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. അവിടെ എല്ലാം ഇരുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇന്ന് രാവിലെ ഇറങ്ങിയത്. ടിക്കറ്റ് എടുത്തു. അപ്പോൾ ഞാൻ ഇനി അകത്ത് കയറി കാണിച്ചു തരാം. ഒരു ടൈപ്പ് ഓഫ് കൊളോണിയൽ കൺസ്ട്രക്ഷനാണ് ഇവിടെ ഉള്ളത്. ഇതൊരു ടൈപ്പ് ഓഫ് ഓൾഡ് കൊളോണിയൽ കൺസ്ട്രക്ഷനാണ്. ഭയങ്കര കിടലാണ് ഇതിൻ്റെ സ്ട്രക്ചേഴ്സൊക്കെ കാണാൻ. ഞാൻ അതുകൊണ്ടൊന്ന് എടുത്തിടാമെന്ന് വെച്ചതേ ഉള്ളൂ. ഭയങ്കര തണുപ്പാണെങ്കിലും ഇവിടെയുള്ള ചെടികളെല്ലാം അത് സർവൈവ് ചെയ്യും കേട്ടോ. കണ്ടോ, ഇതാണ് മ്യൂസിയം. ഇതിൻ്റെ അകത്താണ് നമ്മൾ കയറി അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഇത് കണ്ടോ, ഇതാണ് ശരിക്കും പറഞ്ഞാൽ ചുറ്റുമുള്ള വ്യൂ. ഭയങ്കര തണുപ്പാണ്. ഇതെല്ലാം മഞ്ഞുകൊണ്ട് ഇങ്ങനെ മൂടിക്കിടക്കുവാണ്. ഭീകര തണുപ്പാട്ടാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ക്യാമറയൊന്നും അധികം ഹോൾഡ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. കൈയൊക്കെ മരവിക്കുന്നു, ഒരു രക്ഷയില്ല. പക്ഷേ നമുക്ക് എടുക്കാതിരിക്കാൻ തോന്നൂല. കാരണം വേറൊന്നുമല്ല, ഈ എടുക്കുന്ന വീഡിയോസാണല്ലോ നമ്മുടെ മെമ്മറീസ്. അപ്പം കാരണം ഞാനിങ്ങനെ കുറേ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ഒരുപാട് അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കും. ചിലപ്പോൾ ഫോട്ടോസ് ദീപുവാണ് കൂടുതൽ ഫോട്ടോസ് എടുക്കാറ്. പക്ഷെ ഞാൻ അങ്ങനെ ഒരുപാട് വീഡിയോസ് എങ്ങനെയൊന്നും എടുക്കത്തില്ല. നമ്മൾ കണ്ട് ആസ്വദിച്ച് വയ്ക്കുന്നതല്ലേ, അത് കണ്ണുകളല്ലേ ഏറ്റവും വലിയ നല്ല ക്യാമറാസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ തത്വങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കുമായിരുന്നു. പക്ഷെ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീടാകുമ്പോൾ എവിടെന്നെങ്കിലുമൊക്കെ തപ്പി ഒരു ഫോട്ടോ പുറത്ത് വരുമ്പം ഭയങ്കര സങ്കടം തോന്നും. അയ്യോ, ഞാനിതിൻ്റെ ഒന്നും മെമ്മറീസ് ഒരു ഫോട്ടോസായിട്ട് എടുത്ത് വച്ചിട്ടില്ല എന്നാലോചിക്കുമ്പോൾ. അങ്ങനെയാണ് ഇപ്പോൾ എല്ലാ ഫോട്ടോസും വീഡിയോസും എടുക്കാമെന്ന് വിചാരിക്കുന്നത്. ഇത് കണ്ടോ, ക്ലൈംബർ റോസുകളാണ്. നമ്മളെ നാട്ടിൽ ഇങ്ങനെയൊന്നും കാണാൻ പറ്റത്തില്ല. ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ പ്രത്യേകത കൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ പടർന്ന് കയറി പൂക്കുന്നത്. പൂവിൻ്റെ സമയമല്ല, ഇത് മഞ്ഞ് വീഴുന്ന സമയമുണ്ട്. പൂക്കില്ല, പക്ഷെ എല്ലാം ക്ലൈംബ് ചെയ്ത് നിൽക്കും. ഇത് വേറെന്തോ ഹൈഡ്രാഞ്ചിയാണ് കേട്ടോ. ഹൈഡ്രാഞ്ചി എല്ലാവരും വെട്ടിയൊക്കെ വിട്ടേക്കുവാണ്. ഇതേ ഹൈഡ്രാഞ്ചിയിലെല്ലാം മുളകൾ പൊട്ടി നിൽക്കുന്നത്. ഇവിടെ ഇത് വിൽപ്പനയ്ക്കുണ്ട്. കണ്ടോ, അങ്ങോട്ട് പോകാം. ദീപു മുകളിലോട്ട് പോയതുകൊണ്ട് തന്നെ ഞാൻ അവിടോട്ട് പോയി ഒന്ന് ആ ഗാർഡനും കൂടെ ഷൂട്ട് ചെയ്തിട്ട് വരട്ടെ. ഗാർഡൻസ് നമ്മൾ മിസ് ചെയ്യില്ലല്ലോ എവിടെ ചെന്നാലും.